അപ്പോൾ അങ്ങനെ വിജയദശമി ദിനത്തിൽ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ ആമയും കുഞ്ഞാറ്റക്കുട്ടി എന്ന ബുക്ക് വായിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ കുട്ടികൾ പൂജയെടുപ്പ് കഴിഞ്ഞ് പുസ്തകം എടുത്തിട്ട് ഇവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് മണലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഹരിശ്രീകണവതയെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർ എഴുതുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലേറ്റിലും അരിയിലും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആമിക്കുട്ടീനെ കൊണ്ട് നീതത് ഹരിശ്രീ ഗണപതയെന്ന് അരിയിൽ എഴുതിപ്പിക്കണേണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ നദീഷേട്ടനും മീനൂസിനെ കൊണ്ട് എഴുതിക്കുന്നുണ്ട് ഹരിശ്രീ ഗണപതയെ നമ്മന്ന്. അപ്പോൾ ആളുകൾ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എഴുതാനായിട്ട്. പിന്നെ ഇപ്പുറത്ത് ഉണ്ണിക്കുട്ടനെ കൊണ്ട് നീതു എഴുതിപ്പിക്കുവാണ് കേട്ടോ. തിരക്കുണ്ട് കേട്ടോ, ബാക്കിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എഴുതി മാറണേണ് കേട്ടോ. ഉണ്ണിയുടെ എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ആൾ കുഞ്ഞാറ്റ അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ടിട്ട് എഴുതാനായിട്ട്. അപ്പം അങ്ങനെ ഉണ്ണിയുടെ എഴുതി കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റയും എഴുതുന്നുണ്ട്. ആമി ഇതേ കയ്യിൽ കിട്ടിയ പേനയെ കഴിച്ച് നോക്കണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മണലിൽ ഉണ്ണിക്കുട്ടനെ കൊണ്ട് വീണ്ടും നദീഷേടൻ അവിടെ എഴുതിക്കണേണ്. പിന്നെ 4 പേരും കൂടി നിരന്നിരുന്നു കേട്ടോ തന്നെ എഴുതാൻ വേണ്ടിയിട്ട്. ഹരിശ്രീകണപതയെന്നാണോ എന്തൊക്കെയോ എഴുതാനുണ്ട്. എന്തായാലും 4 പേരും മത്സരിച്ചിരുന്ന് എഴുതാനുണ്ട് കേട്ടോ. പൂജയ്ക്ക് വെച്ച ബുക്ക് എടുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതാനും പിന്നെ അതുപോലെ തന്നെ വായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതേ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പുൽപ്പായി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് വായിക്കാനാണ് കുട്ടികൾ. ഒരുപാട് പേര് ബുക്ക് എടുത്തവരിന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 4 പേരും കൂടി ഒരുമിച്ച് ഒന്നും കൂടി ഇരുന്നിട്ട് വായിക്കാനായിട്ട്. അപ്പം 4 പേരും ഒന്ന് വായിക്കുവാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ കുട്ടികളിരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികളിരുന്ന് വായിക്കുന്നുണ്ട്. കുറേയൊക്കെ കുട്ടികൾ വായിച്ച് കഴിഞ്ഞ് പോയിട്ടോ വീട്ടിലേക്ക്. ഞങ്ങൾ 9:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ അതേ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങളൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് വിദ്യാരംഭം കുറിച്ച നമ്മുടെ എല്ലാ കുരുന്നുകൾക്കും പിന്നെ അതുപോലെ തന്നെ പൂജയ്ക്ക് വെച്ച ബുക്കൊക്കെ എടുത്തുള്ള എല്ലാ കുട്ടിക്കുട്ടങ്ങൾക്കും ഹാപ്പി വിജയദശമി. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ ഓക്കെ.